ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണമാണല്ലോ. പക്ഷെ ഞങ്ങൾ ഓണം ആഘോഷിക്കാറില്ല കേട്ടോ. ഓണം മാത്രമല്ല, ഞങ്ങൾ ഒരു പരിപാടിയും ആഘോഷിക്കാറില്ല ഇപ്പം. കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഇപ്പം 3 വർഷം ആവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അത് ആഘോഷിക്കാൻ അങ്ങനെയുള്ളൊരു മനസ്സൊന്നുമില്ല. 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഓരോന്നിനെ ഇറങ്ങി തിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്രാവശ്യം ഓണസദ്യ വേണമെന്നൊരു നിർബന്ധം. അപ്പോൾ ഓണസദ്യ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലിരുന്ന കുറച്ച് പച്ചക്കറികൾ കൊണ്ട് ചെറിയൊരു ഓണസദ്യ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ബീട്രൂട്ട് പച്ചടി, ചെറിയൊരു അവിയൽ, ചെറിയൊരു തോരൻ, പിന്നെ ഒരു സാമ്പാറും പരിപ്പ് കറിയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുതന്നെ കുറച്ച് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പിന്നെ രാവിലെ ലാബിൽ പോയി വന്നിട്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. ബീട്രൂട്ട് ഞാൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞപ്പോഴത്തേനും മോള് വന്നിട്ട് അതെനിക്ക് ചെറുതായിട്ട് അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. മോള് പിന്നെ എന്നെ എല്ലാത്തിനും സഹായിക്കാറുണ്ട്. അടുക്കളയിലാണെങ്കിലും ഞാൻ ലാബിൽ പോകുന്ന സമയത്തുള്ള വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവൾ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കും. ജീവിതത്തിൽ തനിച്ചായി പോയ ഓരോ സമയങ്ങളിലും അവളായിരുന്നു എനിക്ക് കൂട്ടും സഹായവും എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ മോള്. അവൾ അരിയുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു മരം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി റെഡിയാക്കുകയാണ്. പിന്നെ അതിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അത് റെഡിയായി വരുമ്പോഴത്തേന് ഞാൻ അടുത്ത സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ രാവിലെ ലാബൊക്കെ തുറന്ന് അവിടെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ക്ലീനിങ് പരിപാടി ചെറുതായിട്ട് ഒക്കെ ചെയ്ത് വന്ന് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ മോള് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിയുക, ഞാനും ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഒതുക്കി വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല. നമ്മൾ അവസാനം വരെ നമ്മളുടെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്ന ആരും അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതിനു വേണ്ടി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടും. നമുക്ക് അങ്ങനെ വരുമാനം നേടാം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ, എന്തെങ്കിലും ഒരു വിദ്യ നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്നെപ്പോലെയൊക്കെയുള്ള ഒരവസ്ഥ എന്നെപ്പോലെ അല്ലാതെ തന്നെ തനിച്ചായ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി സ്ത്രീകളുണ്ട്. അവരൊക്കെ കയ്യിലൊരു വരുമാനമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകും. ഒത്തിരി ആർഭാടങ്ങളൊന്നും കാണിച്ച് മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ നോക്കാനും അവരെ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനുമുള്ള ഒരു ചെറിയ വരുമാനം നമ്മളെക്കൊണ്ട് നേടാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ഒരു ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് പോയത്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്തത്, ഇപ്പം ഞാൻ ആ സ്ഥാപനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കണം. എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി വരുന്നുണ്ട്. വലിയ ആർഭാടമായിട്ടൊന്നും എനിക്ക് ഓണസദ്യ ഉണ്ടാക്കി എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഒരു സദ്യ ഞാൻ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സന്തോഷം, എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം. എന്നെക്കൊണ്ടത് പറ്റിയല്ലോ എന്ന് എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ അവർക്ക് അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ.